ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുവും അലീനയും ബബിതയും പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അതുവഴി ബബിതയുടെ ടീച്ചറും മറ്റു സ്റ്റുഡൻസുമൊക്കെ പോകുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവര് എന്തൊക്കെയോ പറഞ്ഞു കളിയാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതു കാണുമ്പോൾ ബബിതയ്ക്ക് ആകെ നാണക്കേടും സങ്കടവുമൊക്കെ തോന്നും. അവള് മനുവിനോട് പറയും, നമുക്ക് തിരിച്ചു പോകാം മനുവേട്ട, ഞാൻ നാളെ വന്നോളാം, ഇന്ന് നമുക്ക് തിരിച്ചു പോകാം. അപ്പോ അലീന പറയും, നാളെയായാലും ഇതെല്ലാം ഫേസ് ചെയ്യണ്ടേ, വീട്ടിലെ പുലി ഇവിടെ വന്നപ്പോൾ എലിയായോ, മുന്നിൽ വരുന്നത് അലീനയാണെന്ന് കരുതിയാൽ മതി, അപ്പോ പ്രതികരിക്കാനുള്ള എനർജി വരും എന്നെല്ലാം പറഞ്ഞ് മനു ബബിതയെ കളിയാക്കും. അതൊക്കെ കഴിഞ്ഞ് അവര് പ്രിൻസിപ്പാളിന്റെ റൂമിൽ കയറും. ഞാൻ ബബിതയുടെ കസിൻ ബ്രദറാണ്, ഇത് അലീന ബബിതയുടെ സിസ്റ്ററാണ്. ബബിത ഒരു മാസത്തിലേറെയായി ലീവായിരുന്നു, അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പ്രിൻസിപ്പാൾ ചോദിക്കും, ലീവിന്റെ കാര്യം HODയെ അറിയിച്ചിരുന്നു, അതിനുള്ള മര്യാദ പോലും ഈ കുട്ടി കാണിച്ചില്ല. അതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, ബബിത അതിനു പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല, അവൾക്ക് ക്ലാസ്സിൽ കയറാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിന്റെ അനുവാദം വാങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ഇതൊക്കെ കഴിഞ്ഞ് പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറെ പേർ ബബിതയെ ഓരോന്ന് പറഞ്ഞു കളിയാക്കുന്നുണ്ട്. അലീന അവർക്കൊക്കെ നല്ല മറുപടി നൽകുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങൾ മാറി നിന്ന് ഇതുപോലെ ചിരിക്കുമോ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ ബബിത പറയുന്നു, ക്ലാസ്സിൽ കയറാൻ സമയമായി, വാ നമുക്ക് പോകാം. ശേഷം അലീനയും മനുവും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാറിൽ കയറാണ്. അപ്പോ മനു അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് അലീനയോട് ഒരു കാര്യം പറയാനുണ്ട്. അലീന ചോദിക്കുന്നു, എന്താ മനുവേട്ട? മനു പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറയാം. തിരിച്ച് രണ്ടുപേരും വീട്ടിലെത്തി. മനു അലീനയെ മാഡം എന്ന് വിളിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ മാഡം ഒന്നുമല്ല, ആവുകയും വേണ്ട, ഞാൻ വെറുമൊരു അനാഥയാണ്. മനു പറയും, നാഥനില്ലെങ്കിലല്ലേ അനാഥയാകുന്നത്, നാഥനുണ്ടെങ്കിലോ? ശേഷം മനു നേരെ പോകുന്നത് വൈജയന്തിയുടെ റൂമിലേക്കാണ്. അലീനയാണ് റൂമിൽ തട്ടി വിളിക്കുന്നത്. അലീനയ്ക്ക് അതിനുള്ളത് കേൾക്കുന്നുണ്ട്. വൈജയന്തി മനുവിനോട് പറയുന്നുണ്ട്, അലീനയുടെ പക്ഷം ചേരുന്നത് ആരായാലും എന്റെ അമ്മയോ മക്കളോ ആങ്ങളമാരോ അവരെനിക്ക് ശത്രുക്കളാണ്. മനു കുറച്ച് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോരുന്നുണ്ട്. രോഹിത്തിനെ കാണാനാണ് മനു പോകുന്നത്. രോഹിത്തിനോട് മനു ഹരിയുടെ കാര്യം പറയുന്നുണ്ട്. അലീനയെ പോലെ ആത്മത്യാഗം ചെയ്യാൻ ഒരു പെങ്ങളില്ലാത്തതാണ് അവന്റെ കുഴപ്പം. നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ അച്ഛനോ അമ്മയോ സഹോദരിമാരോ ആയിരിക്കില്ല, അത് അലീനയായിരിക്കും. പിന്നെ മനു പോകുന്നത് ബാലചന്ദ്രന്റെ അടുത്തേക്കാണ്. ബാലചന്ദ്രനോട് മനു തന്റെ ആവശ്യം പറയുന്നു. ഹരിക്ക് വേണ്ടി അലീനയോട് റെക്കമെൻഡ് ചെയ്യാൻ അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുകയാണ്, നീ ഒരിക്കലും അലീനയോട് ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യരുത്. അവളുടെ ഉള്ളിൽ നിനക്ക് ഒരു സ്ഥാനമുണ്ട്, അത് നീ ഇല്ലാതാക്കരുത്.